ഹായ് നമസ്കാരം. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മുന്നോട്ട് വരാനും അവരുടെ ഉന്നമനത്തിനും അവരുടെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങളും സംവിധാനങ്ങളും നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യയല്ലേ. ആ കാര്യത്തിൽ ആർക്കും സംശയമുണ്ടോ? പക്ഷേ എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത് ഈ അവസരങ്ങളും ഈ നിയമങ്ങളും സ്ത്രീകൾ മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നതാണ് നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള സംശയം കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അനുഭവത്തിന് സാക്ഷിയാവേണ്ട ഒരു അവസ്ഥയോ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞാനും ഇങ്ങനെ ആലോചിച്ച് നോക്കാറുണ്ട്. ചില ന്യൂസുകളെ കാണുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ച് നോക്കാറുണ്ട്. ഇത് സ്ത്രീകളുടെ ഈ അവകാശങ്ങളും ഈ ഒരു കിട്ടുന്ന ആനുകൂല്യങ്ങളും പുരുഷന്മാരുടെ മണ്ടയ്ക്ക് കയറാനുള്ള ഒരു ടൂളായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാ സ്ത്രീകളും അല്ല കേട്ടോ, എല്ലാ സ്ത്രീകളെയും അടച്ചാക്ഷേപിക്കുന്നൊന്നുമല്ല. പക്ഷേ ഈ ഒരു അവസരം ഒരു സുവർണ്ണാവസരമായി കണ്ട് അത് അല്ലെങ്കിൽ സ്വന്തം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടോ പുരുഷന്മാരുടെ മണ്ടയ്ക്ക് കയറാൻ വേണ്ടിയിട്ടോ ചില സ്ത്രീകൾ ഇതിനെ ദുരുപയോഗപ്പെടുത്തുന്നതായിട്ട് പലപ്പോഴായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് മുന്നേ നിങ്ങളൊരു ബസ്സിലൊരു വാർത്ത ഉണ്ടായിരുന്നല്ലോ അല്ലേ, നമ്മുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെന്ന് കരുതി നമുക്ക് ആരുടെ ജീവിതത്തിലും കടന്നു കയറി അവരുടെ ജീവിതത്തിനും നശിപ്പിച്ചുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളെ 10 പേര് അറിയണം എന്നുള്ള ഒരു ഒരു ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ ഓരോരുത്തരുടെ ജീവിതം നമ്മൾ നശിപ്പിക്കാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് നിയമങ്ങളും അല്ലെങ്കിൽ എല്ലാ സംവിധാനങ്ങളും എൻ്റെ കൂടെ നിൽക്കുമെന്നുള്ളൊരു ധൈര്യം കൂടി അവർക്കുള്ളത് കൊണ്ടായിരിക്കും ഇങ്ങനെ ഇങ്ങനെ എന്താണ് പറയുക മറ്റൊരു പുരുഷൻ്റെ ജീവിതം കൂടി നശിപ്പിച്ചിട്ട് സ്വന്തം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് 10 പേരെ അറിയാനും റീച്ചിനൊക്കെ വേണ്ടിയിട്ട് ഓരോരുത്തർ കാണിക്കുന്നത് കാണുമ്പോഴത്തേക്ക് എനിക്ക് ഈ സ്ത്രീകളോടൊക്കെ വളരെ അധികം സഹതാപം തോന്നുന്നുണ്ട് കേട്ടോ. ഒരുപാട് കാലം പരസ്പര സമ്മതത്തോടു കൂടി ശാരീരിക ബന്ധത്തിലൊക്കെ ഏർപ്പെട്ടതിന് ശേഷം ഈ പുരുഷനിൽ നിന്ന് എന്താണോ ആ സ്ത്രീ ആഗ്രഹിക്കുന്നത് അത് കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ പീഡന കേസൊക്കെ ആയിട്ട് വരുന്ന ഒരുപാട് കേസുകൾ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കാണാറുണ്ട്. പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് ആ സ്ത്രീയുടെ എന്ന പേര് നമ്മൾ പുറമേ ഒന്നും കാണാറില്ല. ആ അതിനെല്ലാം മനോഹരമായിട്ടുള്ള എന്ന ഇരവാദം ഒഴുക്കിക്കൊണ്ട് അങ്ങനെ അങ്ങ് മാറുകയും ആ പുരുഷന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അവൻ്റെ വീടിൻ്റെ അയൽവക്കത്തുള്ളവരുടെ പേര് പോലും നമ്മൾ സോഷ്യൽ മീഡിയ വഴിയും അതുപോലെ തന്നെ ചാനൽ വഴിയൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരുപക്ഷേ അതൊരു കള്ളക്കേസായിരിക്കും.